രാജീവ് ചന്ദ്രശേഖരനെയും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ മുഖമാക്കാനുള്ള തീരുമാനം അതൊരു ഡൈനാമിക് തീരുമാനമാണ് വിജയകുമാർ. നേതാക്കന്മാർക്കിടയിലുള്ള അസ്വാരസ്യം തന്നെയാണ് ബി.ജെ.പിക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിലോ തുടർച്ചയായി ഭരണത്തിൽ വരുന്ന ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ബി.ജെ.പി സംഘടനാപരമായി ഏറ്റവും കരുത്തുറ്റ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത സംഘടനാപരമായ പ്രതിസന്ധി. കാര്യമായ സീറ്റുകളൊന്നുമില്ല. 17-18% വോട്ട് മാത്രമുള്ള കേരളത്തിൽ ബി.ജെ.പി നേരിടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ബി.ജെ.പിയെ സംബന്ധിച്ച. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ബി.ജെ.പിക്ക് സ്റ്റേറ്റ് ലീഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കണക്കിലെടുത്താൽ ബി.ജെ.പിക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ വി മുരളീധരൻ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, എം ഡി രമേശ്, പി കെ കൃഷ്ണദാസ്, അങ്ങനെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ച നേതാക്കന്മാർ ധാരാളമുണ്ട്. നാഷണൽ എക്സിക്യൂട്ടീവിലൊക്കെയുള്ള കാലങ്ങളായി, പതിറ്റാണ്ടുകളായി അതിൽ തുടരുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ട്. സംഘടനാപരമായി ബി.ജെ.പിക്ക് വലിയ ബലം കേരളത്തിലില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും പഴയ കാലം തൊട്ട് ജനസംഘം തൊട്ട് ബി.ജെ.പിയുടെ സ്ഥിരം ഫോളോവേഴ്സ് ആയ ഒരു അനുയായി വൃന്ദം, ബി.ജെ.പിയുടെ ആശയപരമായ അതിനോട് യോജിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം വേറെയുമുണ്ട്. അവർ ഒരുപക്ഷെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ ആ നിലയിൽ സംഘടനാപരമായ ദൗർബല്യങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ RSS ബി.ജെ.പിയിലേക്ക് ഒരു ജനറൽ സെക്രട്ടറിയെ സ്ഥിരമായി നൽകുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായി ജനറൽ സെക്രട്ടറി RSS തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ചുമതലയിലേക്ക് ആളെ കൊടുത്തിട്ടില്ല. അത് ഈ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ അവർ കൂടി പങ്കാളിയാകുന്നു എന്നൊരു വിമർശനം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കൂടിയുണ്ട്. അപ്പോൾ ആ നിലയിൽ അടിമുടി വിഭാഗീയ പ്രശ്നങ്ങൾ കേരളത്തിലെ ബി.ജെ.പി ഘടകം നേരിടുന്നുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അറിയാം. അവരതിൽ ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പകരമാര് എന്നുള്ള ചോദ്യത്തിന് ആ ഘട്ടത്തിൽ ബി.ജെ.പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇടയ്ക്ക് കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ചില മലയാളി നേതാക്കൾ ഇപ്പോൾ മധ്യപ്രദേശിലും ബംഗാളിലും ഒക്കെ RSSന്റെ ചുമതലകളിൽ അവർക്കുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ആലോചന നടന്നെങ്കിലും അതൊന്നും ഫലം കാണില്ല എന്ന ആ ഘട്ടത്തിൽ തന്നെ വിലയിരുത്തി. പിന്നീടാണ് സുരേഷ് ഗോപി കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തൃശ്ശൂരിൽ ജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തത്. സുരേഷ് ഗോപിയെ സംഘടനാപരമായ ചുമതല ഏൽപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്നീടുള്ള തീരുമാനം. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തിയത്. ഇത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, അടുത്ത പഞ്ചായത്ത്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കുറെ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ചില മുനിസിപ്പാലിറ്റികൾ, പാലക്കാടും പന്തളവും ഒക്കെ നിലനിർത്തുക, കൂടുതൽ മുനിസിപ്പാലിറ്റികളിൽ സീറ്റുകൾ കൂട്ടുക. അപ്പൊ ആ നിലയിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യ പരീക്ഷണം അവിടെയാണ്. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു ഫാക്ടറായി കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് നോക്കേണ്ടതുണ്ട്. അതിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പുതുതലമുറ വോട്ടർമാരെ, പുതിയ ജനറേഷൻ വോട്ടേഴ്സിനെ ഈ ബി.ജെ.പിയിലേക്ക്, സംഘടനയിലേക്ക് ആകർഷിക്കുക. 2, കേരളത്തിൽ ഈ പറയുന്ന NSS, SNDP തുടങ്ങിയ പ്രബലമായ ഹിന്ദു സമുദായങ്ങളെ പൂർണ്ണമായും ബി.ജെ.പിക്കൊപ്പം നിൽക്കുക. ഒപ്പം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. അത് പരമാവധി മുതലെടുക്കുക. ഈ 3 സംഗതികൾ കേന്ദ്രീകരിച്ചാണ് ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഇത് നേരത്തെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ബി.ജെ.പിക്ക് ഇപ്പോൾ അണ്ണാമല എന്നത് തമിഴ്നാട്ടിൽ ബി.ജെ.പി സംഘടനാ തലത്തിൽ കൊണ്ടുവന്ന ഒരു പരീക്ഷണമായിരുന്നു. അണ്ണാമല ഒരു IPS ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ വളരെ കുറെ കാലത്തെ ഭാവി ഔദ്യോഗിക ജീവിതം ബാക്കിയുള്ളപ്പോഴാണ് അത് രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റാക്കി ഒരു ടൈം കൂടെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നു എന്ന ആക്ഷേപം ഉണ്ടെങ്കിലും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അണ്ണാമലയ്ക്ക് വിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ തീരുമാനങ്ങൾ. ആ മട്ടിൽ ഒരുപക്ഷെ ഒരു ഫ്രീ ഹാൻഡ് തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് കിട്ടിയതുപോലെ ഒരു ഫ്രീ ഹാൻഡ് എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ കിട്ടും. അപ്പൊ അണ്ണാമലയും അങ്ങനെ ഒരു മുഴുവൻ സമയം RSS പ്രവർത്തകനോ ABVP-യിലൂടെ വളർന്നു വന്ന ആളോ ഒന്നും ആയിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ ബി.ജെ.പിയുടെ ന്യൂ ജനറേഷൻ പൊളിറ്റിക്സിൽ ആകർഷനായി ആ മട്ടിൽ അങ്ങനെ ബി.ജെ.പിയിലേക്ക് എത്തിയ ഒരു നേതാവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സെൻട്രൽ ലീഡർഷിപ്പ്, ഇപ്പൊ നരേന്ദ്രമോദി, അമിത്ഷാ, നദ്ദ, രാജ്നാഥ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വത്തിന് വിശ്വസിച്ച് കേരളത്തിലെ ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയിലും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ബി.ജെ.പിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പി കെ കൃഷ്ണദാസും വി മുരളീധരനുമായിരുന്നു. ആ 2 നേതാക്കളുടെയും അധ്യക്ഷ പദവി കേരളത്തിൽ ഉണ്ടായതാണ്. അതിനുശേഷം കുമ്മനം രാജശേഖരനെയും ആ നിലയിൽ ഒരു വിശ്വസ്ത കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വസ്ത ചുമതലക്കാരനായി കേരളത്തിൽ നിയോഗിച്ചു. അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് RSS ആയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും സംഘടനാപരമായി ഈ പറയുന്ന ഈ പ്രതിസന്ധി ബി.ജെ.പി ആ ഘട്ടത്തിലും നേരിട്ടു. അപ്പോൾ ഇനി
അപ്പോൾ ഈ കേന്ദ്ര BJP-യുടെ ഘടകം അല്ലെങ്കിൽ BJP അഖിലേന്ത്യാ നേതൃത്വം നേരിട്ട് കേരളത്തിൽ നടത്തുന്ന ഒരു നീക്കം എന്ന നിലയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രീ ഹാൻഡ് അദ്ദേഹത്തിന് കേരളത്തിലെ സംഘടനയുടെ കാര്യത്തിൽ കൊടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. അത് ലോക്കൽ ബോഡി ഇലക്ഷനിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖരനെ BJP അധ്യക്ഷനാക്കുന്നതിൽ RSSന് ഗ്രീൻ സിഗ്നൽ അല്ലെങ്കിൽ BJPക്ക് ഒരു ഗ്രീൻ സിഗ്നൽ RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘപരിവാർ നേതാക്കളുമായി ഇതിനോടകം തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു BJPയുടെ കേന്ദ്ര നിരീക്ഷകരായി എത്തിയവർ. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം കൂടി കേട്ടിട്ടായിരിക്കാം ഈ നിർദ്ദേശം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BL സന്തോഷ് K സുരേന്ദ്രൻ ഒരു ടൈം കൂടി കൊടുക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന് കേരളത്തിലെ പ്രഭാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചോയ്സ് ശോഭാ സുരേന്ദ്രനായിരുന്നു. RSS ഇനി ഒരു പുതിയ ആളിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ MD രമേശിനെ പരിഗണിച്ചുകൂടെ എന്നൊരു നിർദ്ദേശം ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയാണ് ഈ 3 പേര് ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും അതുപോലെ തന്നെ ഈ പറയുന്ന BL സന്തോഷും കൊടുത്ത അല്ലെങ്കിൽ അവരുടെ 2 ചോയ്സിനപ്പുറത്തേക്ക് ഒരു തീരുമാനം BJPയുടെ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും RSSന്റെ അനുമതിയോടുകൂടി തന്നെയായിരിക്കും. RSS തന്നെയുമല്ല, RSSുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റിലും ഒരു അസ്വാരസ്യമോ ഏറ്റുമുട്ടലും വേണ്ട എന്ന കർശന നിർദ്ദേശം BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല സംഘപരിവാറുമായി എന്ന് തന്നെയാണ് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് പോവുകയാണ്. RSSന്റെ 100ാം വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഉറപ്പായും RSSന്റെ അനുഗ്രഹാശിസുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതുകൂടി കിട്ടിയിട്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖർ ഈ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടാകാൻ പ്രതീക്ഷിതമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 2ാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 3 ആവർത്തി രാജ്യസഭയിലേക്ക് വന്ന ആളാണ്. ഒരുപക്ഷെ സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ, സംഘപരിവാർ ക്രെഡൻഷ്യൽ ഇല്ലാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യത്തെ പ്രസിഡന്റ്, ആദ്യത്തെ BJP നേതാവ് എന്ന പ്രത്യേകതയ്ക്കുകൂടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അർഹനാകുന്നു. എന്തായാലും ആരാണ് പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ എന്നറിയാൻ പാർട്ടി പ്രവർത്തകർ ദീർഘനാളായി കാത്തിരിക്കുകയായിരുന്നു. ഈ മാസം അവസാനത്തോടെ തീരുമാനമുണ്ടാകും എന്നതായിരുന്നു സൂചന. അതായത് ഇന്നിപ്പോൾ ശ്രീകാന്താണ് ആ വാർത്ത കേരളത്തെ അറിയിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നു എന്നുള്ള കാര്യം. K സുരേന്ദ്രന്റെ പേര് ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ K സുരേന്ദ്രൻ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അധ്യക്ഷനായി തുടരട്ടെ എന്ന ഒരു ആലോചന BJPക്കകത്ത് ഉണ്ടായിരുന്നു. ഇനി അതല്ലെങ്കിൽ MD രമേശ് ദീർഘകാലം സ്കൂൾ കാലം മുതൽ ഈ പറയുന്ന മട്ടിൽ കാലം മുതലേ RSSുമായി സഹകരിച്ച് BJP ABVP വഴിയൊക്കെ യുവമോർച്ച വഴിയൊക്കെ BJPയിലേക്ക് എത്തിയ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MD രമേശ് സൗമ്യമായ മുഖമാണ്, ശക്തമായ മുഖമാണ്. MD രമേശിന്റെ പേര് ചോയ്സായി ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് ചോയ്സായി ഉണ്ടായിരുന്നു. V മുരളീധരന്റെ പേര് ചോയ്സായി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയ വഴിയിലുള്ള പല നേതാക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും അതിന് മുകളിൽ രാജീവ് ചന്ദ്രശേഖരനെയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഫിക്സ് ചെയ്യുന്നത്.